കൊഴിഞ്ഞു വീണേ കനലായി മാറിയോർമ്മകൾ ദൂരെ മാറുപോ സ്നേഹതാരകം തിരുവാതിരരാവുപോലും ഇരുളിൽ മുങ്ങിയല്ലോ തഴവും തിരമാലത്തെ കിളികൾ തീരുറങ്ങി. ഹായ് മക്കളെ, അപ്പോൾ അമ്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പോൾ അമ്മ രാവിലെ കട്ടൻ ചായ കുടിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തില്ല, അതിൻ്റെ ബാക്കിയാണിത്. അപ്പോൾ രാവിലെ അമ്മ കട്ടൻ ചായ കുടിച്ചു, രാവിലെ കാപ്പി ഉണ്ടാക്കില്ല. അപ്പോൾ രാവിലെ അമ്മയ്ക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോഴമ്മ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുവാണ്. അതാ ചട്ടി വെച്ചു, ഇതാ എണ്ണ ഒഴിക്കുകയാണ്. അതിലോട്ട് നമുക്ക് അമ്മ ചെമ്മീൻ ബിരിയാണിക്ക് ആവശ്യമായ സാധനങ്ങൾ: ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, സവാള, തക്കാളി, പച്ചമുളക്. അപ്പോൾ അതിൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളി നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലോട്ട് ഇടുവാണ്. ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളി നല്ലപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുഞ്ഞാന്ന് കൊച്ചിതാ കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് ഇഞ്ചിയും വെളുത്തുള്ളി. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് സവാള ചേർക്കാം. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ. വളരെ കുറച്ച് ഉപ്പിടാം. നമ്മൾ ചോറിന് ചോറിന് അരി ഇടുന്നുണ്ട്. അപ്പോൾ വളരെ കുറച്ച് ഉപ്പ് നമ്മൾ ചേർക്കുന്നത്. കുറച്ച് ഉപ്പ് ചേർക്കുന്നത് ഇതാണ് കിട്ടിയിട്ടുള്ള കൊഞ്ച്. കണ്ടോ, കൊഞ്ച് ചെറിയ കൊഞ്ച്, അതാ കൊഞ്ച്. അപ്പോൾ സവാളയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നമ്മൾ മൂക്കുവാണ്. അതിലോട്ട് നമുക്ക് രണ്ട് പച്ചമുളക് ഇടാം. പച്ചമുളക് അത് മൂക്കട്ടെ. ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി അതെ, ഒരാളെ ടേസ്റ്റ് മഞ്ഞൾപ്പൊടി. അപ്പോൾ ആ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ നമുക്ക് ഇത് മൂപ്പിക്കാം. അത് നല്ലോണം മൂക്കട്ടെ. അപ്പോൾ അതാണ്ട് സവാളയൊക്കെ നല്ലോണം വഴറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് തക്കാളി ഇടാം. ഒരു ചെറിയ 2 തക്കാളിയാണ് എടുത്തേക്കുന്നത്. തക്കാളിയും കൂടെ ഇട്ട് നമുക്ക് നല്ലോണം വഴറ്റാം. തക്കാളിയും കൂടെ ഇട്ട് അത് വഴറ്റി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ഗരം മസാലയല്ല നമ്മൾ ഉപയോഗിച്ചത്, പെരുംജീരകം തിരളിയെല്ലാം കൂടെ പൊടിച്ചത്. നല്ല മണമായിരുന്നു, നല്ല രുചിയുമാണ്. വേറെ പട്ടയും ഗ്രാമ്പും ഒന്നും ഇടണ്ട. ഈ പെരുംജീരകവും ഈ തിരളിയിലയും മാത്രം മതി. അതങ്ങോട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി വെക്കാൻ. എന്നിട്ട് നമുക്ക് 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കഴിക്കാം. നല്ലോണം പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അത് ഇതിനകത്ത് 1 സ്പൂൺ കഴിക്കാം. ഈ ചെറിയ സ്പൂണിന് 1 സ്പൂൺ മുളക് പൊടി അത്രയും മതി. പിന്നെ 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ട് ചെറിയ ജീരകം മൂത്തിട്ട് നമുക്കതിനകത്ത് കൊഞ്ചാട് ചെയ്യാം. ഇതിനകത്തോട്ട് നമുക്ക് കൊഞ്ചാട് ചെയ്യാം. അതെ, കൊഞ്ചിടണം. പിഴിഞ്ഞ് വെള്ളം ചേർക്കണ്ട, കൊഞ്ചിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി. കൊഞ്ചിനകത്ത് വെള്ളം കണ്ട. ഇത്രയും കൂടെ നമുക്ക് കൊഞ്ചൊന്ന് വേവണം. അപ്പം നമുക്കിത് ചെറിയ രീതി വയറ്റിട്ടൊന്ന് അടച്ചിടാം. അതിലോട്ട് അടച്ചിട്ടുണ്ട്. ഇത് വേവട്ടെ. അതാണ്ട് കൊഞ്ച് റോസ്റ്റെല്ലാം ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് കൊഞ്ച് റോസ്റ്റൊക്കെ ആയിട്ടുണ്ട്. മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അരി വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ ചോറ് ഈ കൊഞ്ച് റോസ്റ്റിലോട്ട് തട്ടാം.
എന്ത് ദിവസമൊക്കെ നമുക്ക് ചോറ് തട്ടാം. തട്ടിയിട്ട് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഈ മസാലയൊക്കെ ചോറിലും എല്ലാം നല്ലോണം പിടിക്കണം. നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം മിക്സാക്കിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് അമക്കി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് അമക്കി കൊടുത്തിട്ട് ഇത് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് നമുക്ക് വയ്ക്കാം. ചെറിയ തീയിൽ അടച്ചു വെക്കണം. ചെറിയ തീയിൽ അടച്ചു വെക്കാണ്. അതായത് ചെറിയ തീയിൽ പിന്നെ ആവി വരട്ടെ. അപ്പോഴും നമ്മളെ ബിരിയാണി ഇതാണ്ട് ചെമ്മീൻ ബിരിയാണി ഇതാണ്ട് റെഡി ആയിട്ടുണ്ട്, കിടിലമായിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ചെമ്മീൻ ബിരിയാണി വിളമ്പാം. നമ്മൾ ബിരിയാണി കഴിക്കാൻ പോവുകയാണ്. കണ്ടോ, ഒരു സൈഡിൽ നിന്ന് നമുക്ക് ചെമ്മീൻ ബിരിയാണി വിളമ്പാം. സൂപ്പർ മണമാണ്, അടിപൊളി ബിരിയാണിയാണ്. കണ്ടോ, സൂപ്പർ ചെമ്മീൻ ബിരിയാണി. നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാനുള്ളത് സാലഡാണ്. തക്കാളി, പച്ചമുളക്, സവാളയൊക്കെ കൊത്തി വെച്ചിട്ടുള്ള സാലഡ്. പിന്നെ നമ്മുടെ വലിയ നാരങ്ങ വെള്ളക്കച്ചാറിട്ടത്, അത്. ഇത്രയാണ് നമുക്കിത് കഴിക്കാനുള്ളത്. എല്ലാ മക്കളും ആഹാരമൊക്കെ കഴിച്ചോ? അപ്പോൾ എല്ലാ മക്കളും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം അമ്മ കഴിക്കട്ടെ. അപ്പോഴേ അമ്മ ഇവിടെ നബിദിന ചോറ് വാങ്ങിച്ചുകൊണ്ട് തന്നു. ഇവിടെ നബിദിന ചോറ് താണ്ടേ പള്ളിയിൽ നിന്നൊക്കെ കിട്ടുന്ന നബിദിന ചോറ്, അച്ചാറ്, വെള്ളച്ചാറ് ഉണ്ട്, നാരങ്ങ അച്ചാറ്, ചിക്കൻ ബിരിയാണിയാണെന്ന് തോന്നുന്നു. ചിക്കൻ ബിരിയാണി ആ ഒരു കഷ്ണമൊക്കെ ഉണ്ട്. ഇത് നബിദിന ചോറാണ് പള്ളിയിൽ. ഇതൊരു പ്രത്യേക രുചിയായി ചോറിന്. അപ്പം അമ്മ കുറച്ച് കഴിക്കട്ടെ. നിങ്ങൾ നബിദിന ചോറൊക്കെ മേടിച്ച് കഴിക്കുമോ? 12 കുഞ്ഞുനാളിൽ പള്ളിയിൽ നിന്നൊക്കെ പോയി വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. എല്ലാവരും പോകുമായിരുന്നു. ഇപ്പം പിന്നെ ആരും പോത്തൊന്നുമില്ല. പിന്നെ ഇപ്പം പണ്ടത്തെ കണക്കല്ലല്ലേ, നബിദിന കഴിഞ്ഞ് 1 മാസം വരെ ചോറ് കൊടുക്കും. കൊള്ളാം, നല്ല ടേസ്റ്റുണ്ട്. അപ്പം അമ്മ കഴിക്കട്ടെ. അപ്പോൾ അമ്മ കുളിക്കുകയൊക്കെ ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് താണ്ടേ 4 മണിയായി. അപ്പം അമ്മ കട്ടൻ ചായ കുടിക്കുകയാണ്. എല്ലാ മക്കളും കട്ടൻ ചായയൊക്കെ കുടിച്ചോ? അപ്പം അമ്മ കട്ടൻ ചായ കുടിക്കട്ടെ. അമ്മ ഒരു കൂട്ടം സാധനം കാണിച്ചു തരാം. അത് അമ്മ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പം അമ്മയാണ് പറഞ്ഞത്. അത് ഒരു പ്രത്യേക ഒരു സാധനം ഉണ്ടാകും. ഇത് കണ്ടോ, ഇതിന് മുമ്പിൽ ഈ ചെടി ആയതുകൊണ്ട് തന്നെ കിളിച്ചു വന്നതായിട്ട്. ഇതിനകത്തൊക്കെ അടുക്കടുക്കായിട്ട് കായകളുണ്ട്. അപ്പോൾ ഇത് അമ്മ 2-3 പ്രാവശ്യം പിഴുതു കളയാൻ പോയത്. അമ്മയാണ് വന്നത് ഇത് എന്തുവാകുന്നത്. അപ്പം അമ്മ ഇതിൽ നിന്ന് ഒരു കാ പിച്ച. നിങ്ങളിതിന് മുമ്പിൽ കണ്ടിട്ടുണ്ടോ? അപ്പം അമ്മ ഇതിനകത്തുനിന്ന് ഒരു നല്ല കട്ടിയാണ് ഈ കായ്ക്ക്. ഒരു കാ പിച്ച്. അപ്പം അമ്മ ഇത് തുറന്ന് കാണിച്ചത് എന്തുവാണ്. അമ്മ ഇത് കണ്ടിട്ടില്ല, നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഇത് ഉണങ്ങിയിട്ട് ഇത് തന്നെ പൊട്ടും. ഞാൻ 2-3 പ്രാവശ്യം ഇത് പിച്ചിക്കളയാൻ പോയത് കേട്ടോ. അപ്പോഴാണ് അമ്മ പറഞ്ഞത് പിച്ചിക്കളയരുത്, ഇതാണ് നമ്മുടെ എള്ള്. നമ്മുടെ എള്ളാണിത്, എള്ള് കണ്ട, ഇത് നമ്മുടെ എള്ളാണ്. കണ്ട, വെളുത്ത എള്ള് കണ്ട. ഈ കുരു പൊട്ടിക്കണം. ഇതിനകത്താണ് എള്ളിരിക്കുന്നത്. കണ്ട, ഇതാണ് വെള്ള എള്ള്. കണ്ട, നല്ല കട്ടിയാണിത്. ഇത് ഉണങ്ങിയിട്ട് തന്നെ പൊട്ടും. കണ്ട, വരിക്കുന്നിരിപ്പുണ്ട് ഈ കറുത്ത കുരുവിനകത്തു നിന്നാണ്. കണ്ടാക്കളെ, ഇത് തന്നെ ഉണങ്ങി പൊട്ടുമ്പോൾ
ഇതിനകത്തുനിന്ന് നല്ലോണം കണ്ടോ കണ്ടതാ അത്തോടി പോകുമ്പോൾ കണ്ട വെള്ള എള്ള് കണ്ട നല്ല വെളുത്ത എള്ള് കണ്ട ഈ കറുത്ത തൊലി ഇങ്ങനെ തൊലിച്ചു കൊടുക്കണം അത് തന്നെ ഉണങ്ങി പൊട്ടുമ്പോൾ കണ്ട ഇതാണ് വെള്ള എള്ള് കണ്ട. ഇതിനു മുമ്പ് അമ്മ ഇത് കണ്ടില്ല, അമ്മ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം അമ്മ ഇത് കഴിച്ചാണ് ഞാൻ സൂപ്പർ. നല്ല വലിയ എള്ള. ഇത് ഉണങ്ങും, ഇതിൻ്റെ പുറമെ ഉണങ്ങുമ്പോൾ ഇത് തന്നെ പൊട്ടും. അപ്പോൾ ഇത് നമുക്ക് ചുരണ്ടി എടുത്തു കഴിഞ്ഞാൽ കണ്ട പാട പോയ എള്ള്. അമ്മ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോഴേ അമ്മ 2 ദിവസം മുമ്പ് ഉപ്പിലിട്ട് കാന്താരിട്ട് വെച്ച് ലവലൊഴിച്ച ഇതാണ്ടേ അമ്മ ഇത് അച്ചാറിടാൻ പോവുകയാണ്. അമ്മ അച്ചാറിലോട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അത്രയും കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, എണ്ണ കൊടുത്ത് നല്ലോണം മൂപ്പിക്കാം. നല്ലോണം മൂപ്പിക്കാം. കടുക് ഉലുവയൊക്കെ മൂപ്പിട്ടുണ്ട്. ഇത് നമുക്ക് തീ നല്ല കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി വേണ്ട ഒരു ചെറിയ സ്പൂൺ, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ 3 സ്പൂൺ മുളക് പൊടി, ചെറിയ തീര് നോക്കിക്കാം. നമ്മളതിനകത്ത് വിനാഗിരി ഒന്നും ഒഴിക്കത്തില്ല കേട്ടോ. ചെറിയ തീര് മുട്ടതിന് ശേഷം നമുക്കിതിലോട്ട് ഉപ്പിലിട്ട് നല്ല സൂപ്പർ ഉപ്പൊക്കെ പൊടിച്ച് നല്ല കാന്താരി മുളക് നെല്ലിക്ക നല്ല അരിയ സൂപ്പർ നെല്ലിക്ക ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നെല്ലിക്ക നല്ലോണം അതിനകത്ത് കറക്കട്ടെ. അടിപൊളി നെല്ലിക്ക, വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇത് അരപ്പിനകത്ത് കിടന്ന് നല്ല പിടിക്കും. കണ്ട നമുക്ക് സൂപ്പർ നെല്ലിക്ക കണ്ട അടിപൊളി ലവലൊഴിച്ച അച്ചാർ. വെള്ളം ഒഴിക്കണ്ട, വെള്ളം ഒഴിച്ചാൽ കൊള്ളത്തില്ല. ഒരു സ്വല്പം ഉപ്പ് നീര് കൂടെ ഒഴിക്കാം. ആ അരപ്പിന് വേണ്ടി മാത്രം സ്വല്പം എന്നിട്ട് നമുക്ക് നല്ലോണം കിണ്ടി കൊടുക്കാം. ഇത് ഒരു 5 മിനിറ്റ് ഇങ്ങനെ കടക്കട്ടെ. 5 മിനിറ്റ് ഇങ്ങനെ കടക്കട്ടെ. ചെറുതായിട്ടൊന്ന് 5 മിനിറ്റ് ചെറിയൊരു കടന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അമ്മയ്ക്ക് ഇത് കഞ്ഞി അഞ്ചായിട്ട് വൈകുന്നേരം കുറച്ച് കഞ്ഞിയും കറിയും കിട്ടിയിട്ടുണ്ട്. അതാണ്ടേ കഞ്ഞി 5ൻ്റെ കഞ്ഞിയും കറിയും. അപ്പോൾ ഇന്ന് രാത്രി അമ്മ ഇതാണ് അത്താഴം കഴിക്കുന്നത്. അമ്മ കഴിച്ച് നോക്കട്ടെ. കുറച്ച് കറി എടുത്ത്, നിങ്ങൾക്കൊക്കെ കഞ്ഞി 5ൻ്റെ കഞ്ഞിയൊക്കെ കിട്ടിയോ? അപ്പം അമ്മയ്ക്ക് ഉച്ചയ്ക്ക് കിട്ടിയില്ല, വൈകിട്ടാണ് കിട്ടിയത്. കറിയായിട്ട് അമ്മ കഞ്ഞി കുടിക്കുകയാണ്. അമ്മയ്ക്കിത് വലിയ ഇഷ്ടമാണ്. നല്ല രുചിയുണ്ട്. അപ്പം അമ്മ ഇത് കുടിക്കട്ടെ. എല്ലാ മക്കളും രാത്രി ആഹാരം കഴിച്ചോ? അപ്പോൾ എല്ലാ മക്കളും രാത്രി ആഹാരം കഴിക്കണം. എല്ലാ മക്കളും അമ്മയുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അമ്മ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.